ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ PYQs ആണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈൻ എ ആൻഡ് ബി ആർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 കിലോമീറ്റേഴ്സ് ആൻഡ് 15 കിലോമീറ്റേഴ്സ് ഫ്രം ദി ഫാക്ടറി. The cost per ton kilometer in the case of A is rupees 3, while it is rupees 2.5 in the case of mine B. The factory should procure coal from option A, mine A only, option B, mine B only, option C, both from A and B in the ratio of 3:2, option D, none of this. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഒരു ഫാക്ടറിയിൽ നിന്ന് രണ്ട് മൈന് എ ബി എന്ന മൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എയിലോട്ടുള്ള ഡിസ്റ്റൻസ് 10 കിലോമീറ്റേഴ്സും ബിയിലോട്ടുള്ളത് 15 കിലോമീറ്റേഴ്സും ആണ് എങ്കിൽ ഫാക്ടറി ഏത് മൈനിൽ നിന്ന് വേണം റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാമെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ കോൾ ഏത് ഫാക്ടറിയിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നാണ്. അപ്പം നമ്മൾ എപ്പോഴും എന്താണ് കോൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് നോക്കിയിട്ടാണ് എവിടെ നിന്ന് വേണം ഇത് പ്രൊക്യൂർ ചെയ്യാനെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, മൈൻ എ അറിയാം, മൈൻ ബി ഉണ്ട്, രണ്ട് ഉണ്ട്. അപ്പം മൈൻ എയിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 10 കിലോമീറ്റേഴ്സാണ്. നമുക്ക് കോസ്റ്റ് എങ്ങനെ വരുന്നു എന്ന് നോക്കിയിട്ട് വേണം ഏത് മൈനിൽ നിന്ന് വേണം കോള് പ്രൊക്യൂർ ചെയ്യാനെന്ന് ഡിസൈഡ് ചെയ്യാൻ. അപ്പം കോസ്റ്റ് പെർ ടണ്ണ് തന്നിട്ടുണ്ട്. 1 കിലോമീറ്ററിന് മൈൻ എയിലോട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 3 രൂപയാണ്, ₹3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 10 കിലോമീറ്റർ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 10 × 3 = 30 ആണ് ടോട്ടൽ കോസ്റ്റ് മൈൻ എയിൽ വരുന്നത്. മൈൻ ബി എന്ന് പറയും, ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് 15 കിലോമീറ്ററും കോസ്റ്റ് പെർ ടൺ കിലോമീറ്റർ 2.5 ആണ്. ടോട്ടൽ കോസ്റ്റ് എത്രയാണ് അവിടെ? 37.5 അല്ലേ? 15 × 2.5 ചെയ്താൽ 37.5 കിട്ടും. അപ്പോൾ കോസ്റ്റ് ഏതിനാണ് കുറവെന്ന് പറയുന്നത്? മൈൻ എയ്ക്കാണ് കോസ്റ്റ് കുറവ്. അവിടെ ടോട്ടൽ കോസ്റ്റ് 30ഉം മൈൻ ബിക്ക് ടോട്ടൽ കോസ്റ്റ് 37.5 ആണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ, മൈൻ എ ഓൺലി അല്ലേ? മൈൻ എയിൽ നിന്ന് കോള് പ്രൊക്യൂർ ചെയ്യുന്നതാണ് ഫാക്ടറിക്ക് ഏറ്റവും കോസ്റ്റ് കുറവ് എന്ന് പറയുന്നത്. പറഞ്ഞു, കോസ്റ്റ് എന്ന് പറയുന്നത് മൈൻ എയിലെ ടോട്ടൽ കോസ്റ്റ് 30, മൈൻ ബിയിൽ 37.5 ആണ്. അതുകൊണ്ട് എന്താണ്, മൈൻ എയിൽ നിന്ന് കോള് പ്രൊക്യൂർ ചെയ്യുന്നതാണ് ബെനിഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് സർട്ടിഫൈഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ ഈസ് വാല്യൂഡ് അറ്റ്. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് അറിയാനാണ് ഇൻക്ലൂഡ് ചെയ്ത്. ഇവിടെ കോൺട്രാക്ട് കോസ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഹെൽപ്സ് ഇൻ ഓപ്ഷൻ എ, കോസ്റ്റ് അസർടൈൻമെൻറ്റ്, ബി, കൺട്രോളിംഗ് ഓഫ് കോസ്റ്റ്, സി, മേക്കിംഗ് മാനേജറിയൽ ഡിസിഷൻ, ഡി, നൺ ഓഫ് ദിസ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, മേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻ എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്തിനാണ്? മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് വാട്ട് യു ഫോർഗോ വെൻ യു ഗിവ് അപ്പ് വൺ ചോയ്സ് ഇൻ ഫേവർ ഓഫ് അനദർ. മറ്റൊന്നിന് വേണ്ടി നമ്മൾ എന്താണ് ഫോർഗോ ചെയ്യുന്നതിൻ്റെ കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടെക്നിക്ക് ഓഫ് കോസ്റ്റ് പറഞ്ഞപ്പോൾ കോസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് കൺട്രോളിംഗ് ഓഫ് കോസ്റ്റ് ആണ് എന്നും കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് കോസ്റ്റ് അസർടൈൻമെൻറ്റ് എന്നും പറഞ്ഞിരുന്നു. അതും കൂടെ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിസിഷൻ മേക്കിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൺട്രോളിംഗ് ഓഫ് കോസ്റ്റും അതേപോലെ കോസ്റ്റ് അസർടൈൻമെൻറ്റും എവിടെയാണ് വരുന്നത്? കോസ്റ്റിംഗ് ടെക്നിക്കാണ് കൺട്രോളിംഗ് ഓഫ് കോസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ കോസ്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന കോസ്റ്റ് അസർടൈൻമെൻ്റ് ആണ്. ഈ കോസ്റ്റിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്ന് ഇതിനു മുമ്പത്തുള്ള കോസ്റ്റിങ്ങിൻ്റെ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ് ബൈ ഓപ്ഷൻ എ, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ ബി, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ സി, പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ ഡി, വർക്ക് സ്റ്റഡി ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ടൈം ആൻഡ് മോഷൻ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്നാണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, വർക്ക് സ്റ്റഡി ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്
ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന്. പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുക. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് സ്റ്റാഫ് ടു ടോപ്പ് മാനേജ്മെൻറ്റ് ഓൺ പെർഫോമൻസ്, ഓവർ ടൈം, ആബ്സെൻറ്റീസം എക്സെട്ര. ഇത്രയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് HR മാനേജ്മെൻറ്റും അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും ട്രെയിനിങ്ങും ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് prepare plans and specification of each job, supervise production activity, undertake time and motion study. അവിടെ നോക്കുക, ഇതായിരുന്നു ചോദിച്ചത്. ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് പെർഫോം ജോബ് അനാലിസിസ് എക്സെട്ര. ഇതൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കളക്ഷൻ ഓഫ് data relating to attendance, time spent on job and providing information on attendance to payroll department. ഇത്രയും കാര്യങ്ങൾ അറ്റൻഡൻസും അല്ലെങ്കിൽ ഒരു വർക്കർ ജോബിന് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ ആ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ ഇൻഫോർമേഷൻസ് ഒക്കെ സെൻഡ് ചെയ്യാം. അതൊക്കെയാണ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അടുത്താണ് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ്. Payroll department is responsible for computing total and net earnings of each worker, prepare payroll and maintain records. അപ്പം ഒരു വർക്കർക്ക് എത്ര ഏണിങ്സ് കൊടുക്കണം, ടോട്ടൽ ഏണിങ്സ് അവർക്ക് എത്ര സാലറി ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് അത് കമ്പ്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ പേറോൾ ഷീറ്റുകൾ അതിൻ്റെ റെക്കോർഡുകൾ അത് മെയിൻറ്റെയിൻ ചെയ്യും, അത് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. ഇതൊക്കെ എന്താണ് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാൻ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ വേഗം ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് വർക്ക് സ്റ്റഡി ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ കേസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്, ദ നീഡ് ഫോർ കാൽക്കുലേറ്റിംഗ് എ ന്യൂ ഇഷ്യൂ പ്രൈസ് അറൈസസ് എവരി ടൈം വെൻ. ഓപ്ഷൻ എ ന്യൂ പർച്ചേസ് ഈസ് മെയ്ഡ്. ഓപ്ഷൻ ബി എ ന്യൂ ഇഷ്യൂ ഈസ് മെയ്ഡ്. ഓപ്ഷൻ സി ബോത്ത് എ ന്യൂ ഇഷ്യൂ ആൻഡ് ന്യൂ പർച്ചേസ് ഈസ് മെയ്ഡ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അതായത് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡിൽ ന്യൂ ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എ ന്യൂ പർച്ചേസ് ഈസ് മെയ്ഡ്. പുതിയ പർച്ചേസ് എപ്പോൾ നടത്തുന്നോ ആ പർച്ചേസിൻ്റെ പ്രൈസിൻ്റെ ബേസിൽ വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് മെത്തേഡ് ആവറേജസ് ദ കോസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ് അവൈലബിൾ ഫോർ സെയിൽ. നമുക്ക് സെയിലിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ യൂണിറ്റിൻ്റെയും കോസ്റ്റ് ആവറേജ് ചെയ്യുകയാണെന്ത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലൂടെ ചെയ്യുന്നത്. അങ്ങനെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും ഓരോ പുതിയ പർച്ചേസ് ചെയ്യുമ്പോഴെന്താണ് ഈ വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. So the new purchase changes total cost and total quantity. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ക്വാണ്ടിറ്റി എന്താണ്? പുതിയൊരു പർച്ചേസ് ചെയ്യുന്നതിലൂടെ മാറ്റം വരും. അങ്ങനെ പുതിയ പർച്ചേസിലൂടെ ടോട്ടൽ കോസ്റ്റ് മാറുമ്പോൾ നോർമലി ആവറേജ് കോസ്റ്റും മാറും. അങ്ങനെ ആവറേജ് കോസ്റ്റ് മാറുന്ന ഓരോ സിറ്റുവേഷനിലും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് പുതിയത് കാൽക്കുലേറ്റ് ചെയ്യണം. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ന്യൂ പർച്ചേസ് ഈസ് മെയ്ഡ്. ഒരു പുതിയൊരു പർച്ചേസ് മെയ്ഡ് ചെയ്യുന്ന സമയത്താണെന്ത് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അബ്സോർപ്ഷൻ മീൻസ്. ഓപ്ഷൻ എ ചാർജിങ് ഓവർഹെഡ് ടു കോസ്റ്റ് സെൻറ്റേഴ്സ്. ഓപ്ഷൻ ബി ചാർജിങ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ അബ്സോർപ്ഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞാണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജിങ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓരോ കോസ്റ്റ് യൂണിറ്റിലേറ്റും ഓവർഹെഡ് ചാർജ് ചെയ്യുന്നതിനെയാണ് അബ്സോർപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. BCG Limited expects annual sales of ₹4,000 units and the firm buy the product at ₹20 per unit. The ordering cost per order is ₹40 and the carrying cost as a percentage of inventory value has been estimated at 10%. What is the economic order quantity?
ഇവിടെ EOQ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. ഇത് കോസ്റ്റ് അക്കൗണ്ടിലല്ല ആക്ച്വലി ചോദിച്ചത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഏരിയയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് EOQ കാൽക്കുലേഷൻ. അത് രണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും അതേപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണെന്ത് EOQ കാൽക്കുലേഷൻ എന്ന് പറയുക. ജസ്റ്റ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 200 യൂണിറ്റ്, ഓപ്ഷൻ ബി 800 യൂണിറ്റ്, ഓപ്ഷൻ സി 1600 യൂണിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി 400 യൂണിറ്റ് എന്ന്. ഇവിടെ നമുക്ക് EOQ കാൽക്കുലേഷൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ വേഗം കാൽക്കുലേറ്റ് ചെയ്ത് ആൻസറിലോട്ട് എത്താവുന്നതാണ്. അപ്പോൾ EOQ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ്. ആക്ച്വലി ഇറ്റ് ഹെൽപ്സ് ദ ബിസിനസ് ഡിറ്റർമിൻ ദ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ടു മിനിമൈസ് ഇൻവെൻട്രി കോസ്റ്റ്. നമ്മുടെ ഇൻവെൻട്രീൻ്റെ കോസ്റ്റ് കുറച്ച് നമുക്ക് ഒപ്റ്റിമൽ ഓർഡർ എക്കണോമിക്കലി നമുക്ക് ഏത് ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്യണമെന്ന് പറയുന്നതിനാണ് എക്കണോമിക് ഓർഡർ EOQ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ബാലൻസസ് ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റ്. നമ്മുടെ ഓർഡറിങ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിങ് കോസ്റ്റ് ബാലൻസ് ചെയ്യുക. ഏറ്റവും മിനിമം ലെവലിൽ എത്തുന്നത് ഏത് യൂണിറ്റിലാണോ ആ യൂണിറ്റിനെയാണ് എന്ത് EOQ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. EOQ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് √2AO / C എന്നുള്ള ഇക്വേഷൻ. ഇതിൽ A എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആനുവൽ കൺസപ്ഷനെയും, O ഓർഡറിങ് കോസ്റ്റിനെയും, C ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റനിൽ എന്തൊക്കെ ഇൻഫോർമേഷൻ തന്നിട്ടെന്ന് നോക്കാം. ആനുവൽ കൺസപ്ഷൻ അതായത് 4000 എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓർഡറിങ് കോസ്റ്റ് 40 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ക്യാരിയിങ് കോസ്റ്റ്, ഇവിടെ ക്യാരിയിങ് കോസ്റ്റ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദ BCG ലിമിറ്റഡ് എക്സ്പെക്ട് ആനുവൽ സെയിൽസ് ഓഫ് 4000 യൂണിറ്റ് അല്ലേ. ഇവിടെ BCG ലിമിറ്റഡിൽ എന്താണ് ആനുവൽ സെയിൽസ് എത്രയുണ്ട്? 4000 യൂണിറ്റ് ആണ്. അപ്പോൾ ആനുവൽ ഇത് നമ്മൾ എഴുതിയത് എത്രയാണ്? 4000 യൂണിറ്റ്. ആൻഡ് ദ ഫേം ബൈ ദ പ്രൊഡക്റ്റ് അറ്റ് ₹20 പെർ യൂണിറ്റ്. ഫേം എന്താണ് ആ ഓരോ പ്രൊഡക്റ്റും വാങ്ങിയത് എത്രയാണ്? ഓരോ യൂണിറ്റിനും 20 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഓർഡറിങ് കോസ്റ്റ് അല്ല, ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 20 ആണ്. അതേപോലെ ഇത് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ, ഓരോ ഓർഡറിനും വന്ന കോസ്റ്റ് എന്ന് പറയും, ഓർഡർ ചെയ്യാൻ വന്ന കോസ്റ്റ് ₹40 40 രൂപയുമാണ്. ആൻഡ് ദ ക്യാരിയിങ് കോസ്റ്റ് എങ്ങനെ പറഞ്ഞത്? ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഇൻവെൻട്രി വാല്യൂ ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് അറ്റ് 10%. ഇൻവെൻട്രി വാല്യൂവിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജാണ്. ആ പെർസെൻറ്റേജ് എത്രയാണ്? 10%. ഇൻവെൻട്രി വാല്യൂ എത്രയാണ്? 20 അല്ലേ. ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിയത് 20 പെർ യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 20ൻ്റെ 10% ആണ് ക്യാരിയിങ് കോസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്? ആനുവൽ കൺസംഷൻ 4000, ഓർഡറിങ് കോസ്റ്റ് 40, ക്യാരിയിങ് കോസ്റ്റ് 20ൻ്റെ 10% = 2 എന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. √2AO / C. √2 × 4000 × 40 / 2 =√16,000 400 യൂണിറ്റ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 400 യൂണിറ്റ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.